Watch India's largest kids library only on Jio Hotstar. Download the app now. ഹലോ ലഡു സിംഗ് സർ. ഹലോ ശിവ, എന്തൊക്കെയുണ്ട്, സുഖാണോ? ലഡു സിംഗ് സാറേ, ഇവിടെ എന്താ പ്രോഗ്രാം? ഇവിടെ ഇന്റർനാഷണൽ പെയിന്റിംഗ് എക്സിബിഷൻ നടക്കാൻ പോവാണ്. ലോകത്തിലെ പ്രശസ്തരായ പെയിന്റേഴ്സിന്റെ പെയിന്റിംഗ് ഇവിടെ കാഴ്ചക്ക് വേണ്ടി വെക്കാൻ പോവാണ്. ഇപ്പൊ എന്റെ കയ്യിലുള്ള ഈ പെയിന്റിംഗ് ഉണ്ടല്ലോ, അതിന്റെ വില ചുരുങ്ങിയതൊരു 1 കോടി രൂപയെങ്കിലും ഉണ്ടാവുന്നേ. അത്രയ്ക്കും കോസ്റ്റ്ലി ആണ്. ഈ പെയിന്റിംഗ് കാണാൻ നല്ല രസമുണ്ടല്ലോ. ഓക്കെ ശിവ, ഞാനിത് വേറെ ആരെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് പിന്നെ നമുക്ക് സംസാരിക്കാം. ഓ നോ. ലഡു സിംഗ് സാറേ, ഇതിൽ കുറച്ച് സ്ക്രാച്ച് വീണല്ലോ. പെയിന്റിംഗ് വൃത്തികേടായി. ഓഹോ, ഒന്ന് നോക്കട്ടെ. അല്ല, ഇത് ആദ്യം തന്നെ ഉണ്ടായിരുന്നതാണല്ലോ. ഞാൻ നേരത്തെ ചെക്ക് ചെയ്ത് ഓർഗനൈസേഷനോട് പറഞ്ഞിരുന്നു ഇതിനകത്തൊരു സ്ക്രാച്ച് ഉണ്ടെന്ന്. സോ ഡോണ്ട് വറി. ഓക്കേ ലഡു സിംഗ് സാറേ, ബൈ ബൈ. എക്സിബിഷൻ തുടങ്ങിയാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. തീർച്ചയായിട്ടും വരാം. നമുക്ക് ഇപ്പൊ തന്നെ ചെന്ന് നോക്കിയാലോ? ഓരോ പെയിന്റിങ്സ് അവർ എടുത്തു വെക്കല്ലേ. എല്ലാ പെയിന്റിങ്ങും ഇതിനകത്ത് വെച്ച് പൂട്ടിയിട്ടുണ്ട്. പേടാരാം സാറേ, ഒന്ന് വാതിലോർക്ക്, ഞങ്ങൾ ആ പെയിന്റിങ്സ് ഒന്ന് നോക്കട്ടെ. എന്റെ തൊപ്പി. ശിവ, ഞങ്ങളൊന്ന് രക്ഷിക്ക്. ഈ കൊരങ്ങന്മാരെ ഒന്ന് ഓടിക്കേ. എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന? ശിവ, എന്തിനൊന്ന് വേഗം ചെയ്യ. ലഡു സിംഗ് സാറേ, അവിടെ നോക്കൂ. ആ മങ്കീസ് ഒക്കെ പെയിന്റിംഗ് എടുത്തോണ്ട് പോവാണ്. ഓ നോ, എന്റെ തൊപ്പി തെറിക്കാൻ സാധ്യത ഉണ്ടോ ശിവ? അവറ്റങ്ങളെ പിടിക്ക. ഹലോ, ആ പെയിന്റിംഗ് ഇങ്ങ് തിരിച്ചു താ. മര്യാദക്ക് തന്നോ? ഉഷ് ഉഷ്. എന്നെ വിട് വിട്. മഹാ തല്ലിപ്പൊളിയായ മങ്കീസ. പക്ഷെ ഇവരെന്തിനാ പെയിന്റിങ്സ് കൊണ്ടുപോയത്? ശിവ, എവിടെ പോയാ കൊരങ്ങൻ? സോറി ലഡു സിംഗ് സാറേ, അവരൊക്കെ ഈ പെയിന്റിങ്ങും കൊണ്ട് കടന്നു കളഞ്ഞു. ഇല്ല, അത് കാലി ട്യൂബ് എടുത്തോണ്ട് അവിടുന്ന് പോയിരിക്കുന്ന. ഞാൻ ചെക്ക് ചെയ്തോന്നേ, അവിടുന്ന് ഒരു പെയിന്റിങ്ങും മിസ്സായിട്ടില്ല. നോ ശിവ, നീ എന്തുമാത്രം ബുദ്ധിമുട്ടിയത്. വരൂ, അവിടെ ചെന്ന് നോക്കിയാ അറിയാം.
അബ്ബാ ഡബ്ബാ ചബ്ബ. എന്തായാലും നിങ്ങളുടെ പടി കൊള്ളാം. എടോ, താൻ ആളുകളുടെ ശ്രദ്ധ തിരിച്ചപ്പോ അമ്മയും ഡബ്ബയും അവിടെ പെയിന്റിങ് മാറ്റുകയായിരുന്നു. ഗുഡ് ജോബ്. ചിത്രകാരൻ സിംഗേ, ഒരു ചെറുക്കൻ ഞങ്ങളെ വിടാതെ പിന്തുടർന്ന് വരിക. അവന്റെ സൈക്കിൾ ഓടിക്കലൊന്ന് കാണണമായിരുന്നു. ഒരു കണക്കിനാ ഇങ്ങോട്ട് വന്നേ. അല്ല, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ബഗ്ഗീസ് ആണെന്ന് ആർക്കും സംശയം തോന്നിയില്ലല്ലോ അല്ലേ? ഇല്ലില്ലില്ല, ആർക്കും അങ്ങനെ ഒരു സംശയമേ തോന്നിയിട്ടില്ല. എക്സിബിഷൻ തീരുന്നത് വരെ ദിവസവും ഓരോ പെയിന്റ് വീതം മോഷ്ടിച്ചുകൊണ്ട് വരണം കേട്ടോ. അതിനു പകരം എന്റെ പെയിന്റിങ് വേണം അവിടെ കൊണ്ടുപോയി വെക്കാൻ. ആർക്കും അത് കണ്ടുപിടിക്കാനും ആവില്ല. ഒറിജിനൽ പെയിന്റിംഗ് മിസ്സിംഗ്. ഈ ചിത്രകാരൻ സിംഗിന്റെ പെയിന്റിംഗ് മണ്ടന്മാരായ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. എടേ, അബ്ബ ഡബ്ബ ജബ്ബ. എന്താ പിടിച്ചു പോയി അടിച്ച് പൊളിക്കടേ. നമുക്ക് നമ്മുടെ ഒരു സെൽഫി എടുത്താലോ? രവ, ഒന്ന് നോക്ക്. ഇത് ആ പെയിന്റിംഗ് തന്നെയല്ലേ? ഇന്നലെ ലഡു സിംഗ് സാറിന്റെ കയ്യിൽ നിന്ന് വീണ പെയിന്റിംഗ് അല്ലേ? അതെ, നീ പറഞ്ഞ ശരിയാ. ഇന്നലെ ഈ പെയിന്റിംഗിൽ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഇല്ല. ഇതെങ്ങനെയാ പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാം? അതെ അതെ, ഇന്നത്തെ പെയിന്റിംഗിൽ ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ഇന്നൊരു ദിവസം കൊണ്ട് അടയാളം പോയത്? ചിലപ്പോ ആരെങ്കിലും മനഃപൂർവ്വം മാറ്റിയതായിരിക്കും. ലഡു സിംഗ് സാറേ, ഒന്നിങ്ങോട്ട് വന്നേ. ലഡു സിംഗ് സാറേ, ഇന്നലെ ഈ പെയിന്റിംഗിൽ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. അത് സാറ് ശരിക്കും കണ്ടതാണല്ലോ. പക്ഷെ ഇന്ന് സ്ക്രാച്ച് ഇല്ല. എനിക്ക് തോന്നുന്നത് ആരോ പെയിന്റിംഗ് മനഃപൂർവ്വം മാറ്റിയെന്നാണ്. ഓ നോ, ഒരു മിനിറ്റ് സാർ, ഒന്ന് വേഗം വരണം, വേഗം. സാർ, ഞാൻ ഈ പെയിന്റിങ്ങിനെ വളരെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒറിജിനൽ പെയിന്റിംഗ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു എക്സ്പേർട്ട് ആണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് പെയിന്റിംഗ് ആണെന്നാ. ഓഹോ, ഇത് വ്യാജമാണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? മാർട്ടിൻ, കുൽക്കർണി, ഇങ്ങോട്ട് വന്നേ. സമയം ഒട്ടും കളയാതെ, ആരും അറിയാതെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യണം. പെയിന്റിംഗ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യ്. ചെല്ല്. സാറേ, ഈ പെയിന്റിംഗ് വ്യാജമാണ്. 2 പെയിന്റിംഗ് ആരോ മാറ്റിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഒന്നും ചെയ്യണ്ട, ആരോടും ഈ കാര്യം പറയുകയും ചെയ്യരുത്. 2 മാറ്റിട്ടുണ്ടെങ്കിൽ വീണ്ടും 2 മാറ്റാനായിട്ട് ഇങ്ങോട്ട് തന്നെ വരും. അപ്പൊ നമുക്ക് അവരെ പിടിക്കാം. ലഡു സിംഗ് സാറേ, ഇതാ മങ്കീസിന്റെ പണി തന്നെയാണ് തീർച്ച. പെയിന്റിംഗ് മാറ്റിയെടുക്കാനായിട്ട് നല്ലോണം ട്രൈ ചെയ്ത മങ്കീസ് ആണ്. അവ വീണ്ടും ഇവിടെ തന്നെ വരും. ചിലപ്പോ ആ മങ്കീസ് ഇപ്പൊ എത്തിയിട്ടുണ്ടാവും. നമുക്ക് പുറത്തു പോയി ചെക്ക് ചെയ്താലോ? ഗുഡ് ഐഡിയ. മങ്കിയോ? ഏത് മങ്കീസ്? എന്താണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദാ കണ്ടില്ലേ, ഇന്ന് അവരെ കൊണ്ട് മോഷ്ടിക്കാൻ സമ്മതിക്കരുത്. ഹലോ, നമ്മളിതാ വീണ്ടും കണ്ടു. ഇതെന്താണ് ഈ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും താഴെ വീഴും. എന്ത് പറ്റി ശിവ? അവ ഓടിക്കളഞ്ഞു. അവര് ശരിക്കുള്ള മങ്കീസ് അല്ല. അവര് മനുഷ്യരെ പോലെയാണ് ചിന്തിക്കുന്നത്. മനുഷ്യരെ പോലെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. ഇതിൽ എന്തോ കള്ളത്തരുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും ഇവരെയൊക്കെ പിടിക്കണം.
ഈ ചിത്രകാരന്റെ ചിത്രരചനകൾ മണ്ടന്മാരായ ജനങ്ങൾ കാണട്ടെ. ചെല്ല്, വേഗം ചെന്ന ചെറുക്കനെ പിടിച്ചുകൊണ്ട് വാ. നിങ്ങൾ ശരിക്കുള്ള കുരങ്ങന്മാരല്ലെന്ന ചെക്കൻ അറിഞ്ഞാൽ നാട് മുഴുവൻ ഈ രഹസ്യം അറിയും. അറിയോ? ചെല്ലു പോന്നമാരെ. അതാണ് ആ ചെറുക്കന്റെ വീട്. അതിനകത്ത് ചെന്ന് അവൻ എവിടെയുണ്ടെങ്കിലും പൊക്കിക്കൊണ്ടുവാ. വേഗം ചെല്ല്. ഇന്ന് ഞാൻ പാടി പാട്ടിൻ്റെ കുരങ്ങോ, രക്ഷയ്ക്കോ, ഭീംസിംഗ് ഓടിപ്പിക്ക്. ഞാൻ രാഗം വാനരം കേൾപ്പിക്കാം. ആ രാഗം കേട്ടുകഴിഞ്ഞാൽ ഇവരെല്ലാം തനിയെ ഉറങ്ങിപ്പോകും. വാനരന്മാരെ ഉറങ്ങുറങ്ങ. എന്തു പറ്റി മുത്തശ്ശി? എന്താ ഒരു ശബ്ദം കേട്ടത്? 3 മങ്കീസ് വന്നിരുന്നു മോനെ. മങ്കിയോ? അതും ഇവിടെയോ? ഇനി അവരെയൊക്കെ പിടിക്കാൻ എന്തെങ്കിലും ഒരു ഐഡിയ ഒപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ലഡു സിംഗ് സാറേ, ഇന്ന് ആ മങ്കീസ് മുഴുവനും എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അവയൊക്കെ വ്യാജമാണ്. വേഗം ആ മങ്കീസിന്റെ ബോസിനെ കണ്ടുപിടിക്കണം. എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്. വേദ നഗരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതുകൊണ്ട് എക്സിബിഷൻ ഹാളിലെ AC റിപ്പയർ ആയി. മാത്രമല്ല അവിടെ ഒരു ലൈറ്റ് പോലും കത്തുന്നില്ല. ഇനി മുതൽ പെയിന്റിംഗ് എക്സിബിഷൻ വീനസ് സിറ്റിയിലായിരിക്കും നടത്തുക. നാളെ ആ പെയിന്റിംഗ്സ് എല്ലാം ബൈ റോഡ് വീനസ് സിറ്റിയിൽ എത്തിക്കുന്നതായിരിക്കും. ഇത് സന്തോഷമുള്ള വാർത്തയാണ്. നാളെ ആ പെയിന്റിംഗ് എല്ലാം കൊണ്ടുപോകുന്ന വഴിക്ക് നിങ്ങൾ എല്ലാവരും റോസാപ്പൂ പോലെയുള്ള ആ പെയിന്റിംഗ് എങ്ങനെയെങ്കിലും കടത്തണം. അതെന്റെ ഏറ്റവും ഫേവറേറ്റ് ആയ പെയിന്റിംഗ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീനസ് സിറ്റിയിലെ സെക്യൂരിറ്റി ചെക്ക് ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളെയൊക്കെ അറിയിക്കാം. ഓക്കേ, ബോസ്. Time for action. ലഡു സിംഗ് സാറേ, അവന്മാര് ബൈക്കിലാ പോകുന്നത്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യൂ. മുകളിലേക്ക് നോക്കൂ അങ്കിൾ, ഞാനിവിടെയാ ഉള്ളത്.
എന്റെ ബോസെ, അവൻ ആള് ഭയങ്കരനാ. നമ്മുടെ പുറകെ വരിക. ഒരു വിധത്തിലാ രക്ഷപ്പെട്ടെ. ചിത്രകാരന്റെ ചിത്രരചനകൾ മണ്ടന്മാരായ ജനങ്ങൾ കാണട്ടെ. അവൻ വരട്ടെ. ഞാൻ എത്തിയല്ലോ. ഇപ്പൊ തന്നെ പോലീസും ഇങ്ങോട്ട് വരും. മങ്കി അങ്കിൾ, ആ ഗെട്ടപ്പൊക്കെ ഒന്ന് അഴിച്ചു മാറ്റിക്കേ. എന്റെ പെയിന്റിങ്ങിന് ഒരു മോറല് പോലെ പറ്റിക്കല്ലേ. എന്റെ അമ്മോ, ആ പെയിന്റിങ്ങിൽ ചെന്ന് മുട്ടല്ലേ ചെക്ക. എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഈ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നത് തനിക്കറിയോടോ? തനിക്കറിയോ പ്രശസ്തനായ ഏത് കലാകാരനാണ് ഈ പെയിന്റിംഗ് ചെയ്തത്? വല്ല ബോധമുണ്ടോ? തകർക്കാൻ വേണ്ടി നോക്കുക അല്ലേ? സോറി, ഞാനിത് അറിഞ്ഞില്ല കേട്ടോ. എന്റെ പൊന്നപ്പച്ചേ, ഓ. മതി മതി, ഇനി അടി കൊള്ളാനുള്ള ശക്തി എനിക്കില്ല. ഞാൻ പോട്ടെ ബോസ്. എന്തിനാ ധൃതി വെക്കുന്നത്? ചായയും പരിപ്പോഴൊക്കെ കഴിച്ചിട്ട് പോവാതെ. ചിത്രകാരൻ സാറേ, നിങ്ങൾ എന്തിനു വേണ്ടി ഈ പെയിന്റിംഗ് ഒക്കെ മോഷ്ടിക്കുന്നതെന്ന് പറയൂ. വീട്ടിൽ അലങ്കരിക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് നല്ല വിലക്ക് വിൽക്കാനാണോ? ഞാൻ മോഷ്ടിക്കുന്നവരൊന്നും അല്ല. പെയിന്റിംഗ് മാറ്റി വെക്കാനാ ശ്രമിച്ചത്. ഒറിജിനൽ പെയിന്റ് പോലെ ഞാൻ പെയിന്റ് ചെയ്ത് അയച്ചിട്ട് അവിടെയുള്ള ഒറിജിനല് എന്റെ കയ്യില് വെക്കും. കൊള്ളാലോ, ഇത്രയും പെയിന്റിങ്സ് നിങ്ങൾ തന്നെയാണോ ചെയ്യുന്നേ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. തിരിച്ചറിയാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഏതാ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലാവുകയില്ല. പിന്നെന്തിനാ ഇങ്ങനത്തെ പണി ചെയ്യുന്നത്? അപ്പോഴും നിങ്ങൾ ചെയ്യുന്നത് മോഷണം തന്നെയല്ലേ? പറയൂ. കുറച്ചു നാള് മുമ്പുകൾക്കുള്ള ഒരു കാര്യ. എന്റെ പെയിന്റിങ്സ് ഇന്റർനാഷണൽ ഷോയിൽ വെക്കാൻ വേണ്ടി അവിടെയുള്ള ആള് സമ്മതിച്ചില്ല. കാരണം ഞാൻ പുതിയൊരാളായതുകൊണ്ട് അവിടെ ഫേമസ് ആയുള്ള ആൾക്കാരുടെ ചിത്രം വെക്കാനാണ് അയാൾക്ക് ഇഷ്ടം. എന്നെ നാണം കെടുത്തി. ആ നാണക്കേട് എന്റെ മനസ്സിനെ വല്ലാതെ അങ്ങ് ബാധിച്ചു. അപ്പൊ അന്ന് മുതൽ നിങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചു, അതായത് നിങ്ങൾ മഹാനായ ഒരു പെയിന്റർ ആണെന്ന്. നിങ്ങൾ വരച്ച പെയിന്റിങ്ങും ഒറിജിനൽ പെയിന്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം ആർക്കും കണ്ടുപിടിക്കാനാവില്ല. അതെ, ഇന്ന് ലോകം മുഴുവനും എന്റെ എണ്ണപ്പെടാത്ത ചിത്രങ്ങൾ ഇങ്ങനെ ചുറ്റിയടിച്ചോണ്ടിരിക്കുവല്ലേ. ശരിക്കുള്ള ചിത്രകാരൻ അറിയില്ല അയാളുടെ ഒറിജിനൽ പെയിന്റിംഗ് എന്റെ കസ്റ്റഡിയിലാണ് ഉള്ളതെന്ന്. എങ്ങനെയുണ്ട്? നിങ്ങളെ പോലെയുള്ള ഒരു മഹാനായ ചിത്രകാരനെ ഞാൻ ഇതാ സല്യൂട്ട് ചെയ്യുന്നു. ഈ ബഹുമാനം എനിക്ക് ആദ്യമേ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ തെറ്റ് ചെയ്യില്ലായിരുന്നു. ഞാനൊരു പെയിന്ററാണ്, അല്ലാതെ കള്ളനല്ല. ലോകം മുഴുവനും ഞാൻ നല്ലൊരു ചിത്രകാരനാണെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സർ, ഇനി എക്സിബിഷൻ സാറിന്റെ പെയിന്റിങ്ങിന് മാത്രമായിട്ട് വെക്കും. പിന്നെ ഞാൻ ഈ ലോകം മുഴുവൻ അറിയിക്കും സർ എത്രയും മഹാനായ പെയിന്റർ ആണെന്ന്. അല്ലല്ലേ ഡുസിൻ സാറേ? ഓ യെസ് യെസ് യെസ്. പക്ഷെ ഇപ്പൊ എന്തായാലും സാറിന് ജയിലിലേക്ക് പോയേ പറ്റൂ. സാറിന് കിട്ടുന്ന ശിക്ഷ ഞാനൊന്ന് കുറയ്ക്കാം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് പെയിന്റിംഗ് ചെയ്യാൻ ഒരുപാട് സമയം ഉണ്ടാവല്ലോ. മാത്രമല്ല നിങ്ങൾ ഒറിജിനൽ പെയിന്റിംഗ് തന്നെ ചെയ്തോളേ. താങ്ക് യു വെരി മച്ച്. ചിത്രകാർ സാറേ, നിങ്ങൾ എപ്പോഴും മനോഹരമായ ഒരു പെയിന്റിംഗ് തന്നെ വരച്ച് കാണിക്കണേ. ഫിലിം ആൾക്കാർ എന്റെ ഈ പെയിന്റിംഗ് കണ്ടു കഴിഞ്ഞാ പിന്നെ എന്നെ അവര് ഹീറോ ആക്കുന്നേ. Watch India's largest kids library only on Jio Hotstar. Download the app now.